സോ ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ GTA 5 ഗെയിമാണ്. ഇത് ഇന്ത്യൻ ബൈക്ക് 3D ഗെയിമാണ്. ഇത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ഇത് ഫസ്റ്റ് അടിച്ച ചാനലാണ്. ആദ്യം നമ്മൾ ഗെയിം പ്ലേ ലോഡ് ചെയ്യുന്നുണ്ട്. ലെറ്റ്സ് ഗോ. എൻ്റെ മോനെ, ഇതാണ് നമ്മുടെ ക്യാരക്ടർ. ഞാൻ അതിൽ ഓൾറെഡി കളിച്ചിട്ടുള്ളതാണ്. എനിക്ക് കാര്യങ്ങൾ മൊത്തം അറിയാം. പക്ഷെ എൻ്റെ പൊന്നെ, ബൈക്കിൻ്റെ ചീറ്റ് കോഡ്സാണ് ഞാൻ മറക്കണം. ഡുക്കാട്ടിയുടെ അവളുടെയും നിഞ്ചയുടെയും ഡ്യൂക്കിൻ്റെ പറഞ്ഞിട്ടുള്ളത്. ഈ നമ്മുടെ കയ്യിൽ ഡിഫൻഡർ ആട്ടാ. ഇയാള് റിച്ചാട്ടാ. ഇയാള് റിച്ചാ. പക്ഷെ എൻ്റെ മോനെ, ഇയാള് റിച്ചാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇപ്പോഴാണ് ഞാൻ ഇയാള് റിച്ചാന്ന് അറിയണേ. ഇയാളുടെ കയ്യിൽ PC ഉണ്ട്, TV ഉണ്ട്, പിന്നെ കിടക്ക ഒരു ബെഡ് ഉണ്ട്, AC ഉണ്ട്. പക്ഷെ എൻ്റെ മോനെ, ഇയാൾ കുറെ റിച്ചാട്ടാ. ഞാൻ അത് വിശ്വസിക്കാൻ പറ്റുള്ള. എൻ്റെ കണ്ണി കണ്ടാ വിശ്വസിക്കാൻ പറ്റുള്ള. നമുക്ക് നേരെ പോയ ആളെ തട്ടാം. നമുക്ക് ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്താലാ. ലെറ്റ്സ് ഗോ. അപ്പം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പോവാം. നിങ്ങൾ ഈ ഗെയിം കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ പോയി കളിച്ചാൽ മതി. എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഈ ഗെയിം കളിച്ചവർ കാണാം, കളിക്കാത്തവരും കാണാം. കളിച്ചവരായാലും കളിക്കാത്തവരായാലും കാണാം. നമുക്കിതിൽ സ്പീഡ് കിലോ ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമ്മൾ ആക്സിലേറ്റർ പിടിച്ചിട്ടാണ് ഡ്രിഫ്റ്റ് ചെയ്യണം. കണ്ടാ, ഇങ്ങനെ നമുക്ക് റോൾ ചെയ്യാൻ പറ്റും. നല്ല കിടക്കാച്ച റോളാണ്. പക്ഷെ എൻ്റെ മോനെ, ഈ റോള് കൊള്ളാട്ടാ. ഭയങ്കര സീനാണ്. എൻ്റെ മോനെ, എൻ്റെ പൊന്നെ, എൻ്റെ ഈ കാറിന്റെ പള്ള പോയിന്നാ തോന്നുന്നു. കാറിന്റെ ഒരു ചിരിട്ടിടിക്കണ്ടാട്ടാ. അതാണ് പ്രശ്നം. ചിരിട്ടിടിച്ചാൽ തന്നെ മണ്ടി. നമ്മുടെ ആദ്യത്തെ ചെല്ലാട്ടാ. ഇത് നമുക്ക് ചാടാൻ പറ്റുന്ന ഒരു ഗെയിമാട്ടാ. പക്ഷെ എൻ്റെ മോനെ, ഈ ഗെയിം എന്ന് വെച്ചാൽ അടിപ്പൻ ഗെയിമാട്ടാ. GTA 5 ഇതിൽ JCB ഒക്കെ വർക്ക് ചെയ്യും. അത് ഈ JCB. ഇനി ഇതിൽ കാർ മാറ്റാൻ പറ്റും. വീൽസ് വെക്കുക, എന്നിട്ട് ഹൈഡ് വീൽസ്, എന്നിട്ട് വീൽസ് ഒന്നും കളയാം. നമുക്ക് കളർ മാറ്റാം. ആരും അറിയണ്ട. നമ്മുടെ വണ്ടി മോഡിഫൈ സർക്കുലേഷനൊന്നും വേണ്ട. ഒരു പ്രശ്നമാണ്. ഇപ്പൊ നമുക്കെന്നാ ഇതില് ഒരു നിഞ്ച ബൈക്കും സ്പോൺ ചെയ്ത് പോവാം. നിഞ്ച ബൈക്ക് ഞാൻ ആദ്യം ഒരു കാർ സ്പോൺ ചെയ്തത്. ഏതാണ്? 300 ആണോ ചീക്കോട്? അല്ല, ഇത് ടാർസൻ കാർ. അയ്യേ, ഒരു സിമിക്ക് കാറ്. ഒറ്റയ്ക്ക് ഇരുന്നിട്ടാ ഈ കാറ് ജനിച്ചേ. നമുക്ക് നിഞ്ച എടുക്കാം. നിഞ്ച എവിടെ? ടാർസൻ കാറിന്റെ മേളിലാണോ? ഇപ്പോഴും അങ്ങനെ വരാറുണ്ടല്ലോ. ബെസ്റ്റ് മോളിൽ വെച്ചേക്കാ. നമുക്കെന്നാ സിറ്റി എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ഒരു ബൈക്ക് വേണമല്ലോ. എൻ്റെ മോനെ, ഞാൻ ഇവിടെ വെച്ച് സ്പോൺ ചെയ്യാം. എൻ്റെ മോനെ, കാവാസക്കി നിഞ്ച H2R. ഈ ബൈക്ക് നൈസാട്ടാ. നൈസ് സീന് ബൈക്കാട്ടോ. അടിപ്പൻ എഞ്ചിൻ വെച്ചിട്ടുള്ള ബൈക്കായി. ഇവർക്ക് ഇതിൽ ചാടാനുള്ള ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. എൻ്റെ മോനെ, ഇതെന്ത് ഫീച്ചറായാലും ടെക്നോളജി അടിപൊളിയാട്ടോ. ഈ ഗെയിമിൻ്റെ ഗ്രാഫിക്സ് കൊള്ളാട്ടാ. ഇച്ചിരി കൊള്ളാട്ടാ. ഈ ഗെയിമേ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ആടാണ് പ്രശ്നം. ഇത് ഞാൻ പ്ലഗിൻ ആപ്പിൽ പോയിട്ട് ആടൊന്നും ചെയ്യണം. പക്ഷെ ചീറ്റ് കോഡ്സ് ഒന്നും ഞാൻ പ്ലഗിൻ ആപ്പിൽ ചെയ്യാറില്ല. അതെന്താന്ന് വെച്ചാൽ പ്ലഗിൻ ആപ്പിൽ ഞാൻ ചീറ്റ് കോഡ്സ് ഒന്നും ചെയ്യാറില്ല. എന്താണെന്ന് വെച്ചാൽ പ്ലഗിൻ ആപ്പ് ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്താൽ മതി. എപ്പോഴും അങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ലല്ലോ. അയ്യോ, ബിൽഡിങ്ങിൽ ഇടിക്കല്ലടാ. ഒറ്റടി ബിൽഡിങ്. അയ്യോ, തെറിച്ചു പോയില്ല. അയ്യോടാ, ഡെഡായിന്നാ തോന്നുന്നു. വേസ്റ്റ്. GTA 5 BGM ആളാ. എൻ്റെ പൊന്നെ, GTA 5 അതേ BGM. ഹോം സ്ക്രീന് ആക്കിയിട്ടുണ്ട്. അല്ല, ഈ ആടെന്തിനാ വന്നേ? എനിക്ക് ഓൾറെഡി വാൾപേപ്പർ ഉള്ളത് വന്നിട്ടാണ്. ഗെയിം സ്റ്റാർട്ട് ചെയ്തോ? ഓക്കെ ഗൈസ്, ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കയറും. നമ്മുടെ ഡിഫൻഡർ എടുക്കാം കേട്ടോ.
ഡിഫൻഡർ വേണം. ഇതിൽ ഡുക്കാട്ടിയുടെ ചീറ്റ് കോഡ് അറിയാം. 777 അല്ല 700 അല്ല 777 ഓ തെറ്റിപ്പോയി. ഇതാണ് ഡുക്കാട്ടി ഡേവൽ. ഇത് RGS എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ RGS എന്ന് എഴുതി വെച്ചത്. പിന്നെ അതിൽ മാത്രമല്ല എഞ്ചിനിലും എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ക്യാമറ ആംഗിളും ചേഞ്ച് ചെയ്യാൻ പറ്റുണ്ടോ? നമുക്കൊന്ന് പോവാം. ഈ ഗെയിമിൽ അപ്ഡേറ്റ്സ് വരാം. ബസ്റ്റേഴ്സ് വീഡിയോ പറഞ്ഞെങ്കിൽ ഇതിലൊരു മിത്താണ് കേട്ടാ. കണ്ട ഇങ്ങനെ ആവും. ഈ മിത്താണ് ഇങ്ങനെ. ഈ മിത്ത് ഇങ്ങനെ കേട്ടാ. ഈ മിത്ത് കൊള്ളാം. നമുക്ക് ഫോർച്യൂണറിനെ ഇടിയണ വേണ്ട. ഇടിച്ചിട്ട് പോയതേ മൂർക്കാൻ തുപ്പേണ്ടി വരും. മൂർക്കാൻ തുപ്പേണ്ടി വരും. പക്ഷെ എൻ്റെ പൊന്നെ അവിടെ വന്നാൽ ചാടിക്കണ്ട. അല്ലെങ്കിൽ നമ്മൾ പോട് കഴിഞ്ഞ് മൂർക്കാൻ തുപ്പിച്ചാവും. അതാണ് പ്രശ്നം. കണ്ട ചാടിയിട്ട് പോണം. എൻ്റെ മോനെ ഡുക്കാട്ടിയുടെ അതേ സൗണ്ട് തന്നെ ഉണ്ട് ഇതട്ടാ ഈ ഗെയിമില്. ഇച്ചിരി മൂർക്കാൻ തുപ്പി. എൻ്റെ പൊന്നെ പോടും കഴിഞ്ഞ് ഇച്ചിരി മൂർക്കാൻ തുപ്പിയിട്ടുണ്ട്. പോടും കഴിഞ്ഞ് ഇച്ചിരി മൂർക്കാൻ തുപ്പി. ഞാൻ കാണിച്ചു തരാം. പക്ഷെ എൻ്റെ മോനെ ഇയാൾ പോടും കഴിഞ്ഞ് ഇയാൾ ഫുഡൊന്നും തിന്നില്ലല്ലോ. ഈ ഗെയിമിൽ ഫുഡ് തിന്നാനുള്ള ഫീച്ചർ വെച്ചിട്ടുള്ള ഞാൻ എന്തെങ്കിലും ആട്ടെ. നമുക്ക് ഇവിടെ ഡുക്കാട്ടി സ്പോൺ ചെയ്യാം. നമുക്ക് നല്ല സ്പീഡിലാണല്ലോ. അല്ല ഡുക്കാട്ടി ഇല്ല സ്പ്ലെൻഡർ സ്പോൺ ചെയ്യാം. അതിൻ്റെ ചീറ്റ് കോഡ് ഞാൻ മറന്നു പോയിട്ടുണ്ട് കേട്ടോ. 500 ആണോ? അല്ല അത് ഓടിയ റേറ്റാ. 500 അല്ലേ? അല്ല ചീറ്റ് കോഡ് 800 ആയിരിക്കോ? ഓ ബുഗാട്ടി V2 V2 എഞ്ചിൻ കാറാ ബുഗാട്ടിയുടെ V2 എഞ്ചിൻ കാറ്. പക്ഷെ എൻ്റെ മോനെ ഏത് വണ്ടി എടുക്കും? ഞാൻ 900 അടിച്ചു നോക്കട്ടെ. ഇത് കോൺസഗ അവരെ പുതിയ അപ്ഡേറ്റ് ഇട്ടൊന്നും ഞാൻ വിചാരിച്ചത്. 100. ഓ പോലീസ് കാർ എടുക്കണ വേണ്ട. പക്ഷെ എൻ്റെ പൊന്നെ എന്ത് ചെയ്യാനാ? 900. ഓ വീണ്ടും കോൺസഗ് കാരണ വേണ്ട. പോലീസ് കാർ എടുക്കണം. നമുക്കെന്നാ നേരെ പോലീസ് കാർ എടുക്കാം. അല്ലെങ്കിൽ ഒരു കാര്യമില്ല കേട്ടോ. പക്ഷെ എൻ്റെ മോനെ ഞാൻ നേരെ പോട്ടെ. എൻ്റെ പൊന്നെ ഇത് കൊള്ളാട്ടോ. ഇതിന് ഫീച്ചർ പോവാം. അയ്യോ വണ്ടിയുടെ ഡോറും പോയി പടയായി. പിന്നെ ആ പോട് നോക്കാൻ പറ്റൂല്ലോ. ഇവൻ കൈ കൊണ്ട് ഗ്ലാസ് ഇട്ട് പൊട്ടിച്ചു. ഞാൻ ആദ്യമായിട്ടൊന്നുമല്ല കേട്ടോ കാണണേ. ഇതെപ്പോഴും പൊട്ടിയുണ്ട്. നമ്മുടെ കാറിലത്തെ ഗ്ലാസ് ഒക്കെ പൊട്ടിയുണ്ട്. പക്ഷെ എൻ്റെ മോനെ കാറിൻ്റെ ഗ്ലാസ്സൊക്കെ എല്ലാവിടെയും പൊട്ടി തകർക്കും. എൻ്റെ മോനെ നമുക്ക് ഡുക്കാട്ടി എടുക്കാം. എൻ്റെ മോനെ ഡുക്കാട്ടി എടുക്കാൻ പറ്റിയില്ല. എൻ്റെ മോനെ സീനാട്ടോ സീൻ. ഷെറ്റ പൊന്നെ ഞാനിപ്പോൾ ടാബിലാട്ടോ കളിക്കണം. ഇപ്പോൾ ഇത് ഫസ്റ്റ് ചാനലാണ്. നമുക്ക് നേരൊക്കെ പോവാട്ടോ. പക്ഷെ എൻ്റെ മോനെ അവരുടെ ഇക്കാമാര് പറയും ഈ ഗെയിമിൽ ഇക്കാമാരുണ്ടാവും എന്നറിയാൻ പാടില്ല. ഇന്ത്യൻ സ്റ്റോറിയിലുണ്ട് ഇക്കാമാര്. നമ്മുടെ ജാക്കുണ്ട്. രാജുണ്ട്. ജാക്കാണ് അതിലത്തേക്ക. രാജു നമ്മുടെ അനിയൻ. ഇവിടെ വെച്ചിട്ടില്ലേ ഡെഡായ അവിടെ ചെന്ന് പോണ്ടാട്ടാ. ബെസ്റ്റ് പണി തന്നെ കിട്ടും. ഓ നമ്മുടെ പോയിട്ട് സിറ്റി ഉണ്ട്. ഏത് സിറ്റി? എൻ്റെ അച്ഛനമ്മ ഞാൻ അച്ഛൻ്റെ റൂമിലായിരുന്നു ഇരിക്കണം. എന്തെങ്കിലും ആട്ടെ വെറുതെ ഒന്നും ചെയ്യണ്ട. ഇല്ല കേട്ടോ. രണ്ടുപേരെന്താ ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. രണ്ടുപേരും പല്ലൂട്ടുണ്ട്. വീണ്ടും സെറ്റാവും. അത് കുഴപ്പമില്ല. നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. നമ്മുടെ വീട്ടിലോട്ട്. എൻ്റെ വീട്ടിലോട്ടല്ല, നമ്മുടെ ഇന്ത്യൻ ബൈക്ക് 3Dത്തെ വീട്ടിലോട്ട് പോയി. ഞാൻ എന്ത് പറഞ്ഞേ, ഞാൻ ഈ വഴി കൂടെയല്ലല്ലോ പോയത്. മറ്റേ വഴി കൂടെയല്ലേ. ഞാൻ മറ്റേ ട്രെയിൻ പാളം വഴിയാന്ന് വിചാരിച്ചിട്ടാ പോയത്. എൻ്റെ ഫസ്റ്റ് ചാനൽ ഇവർ കൊളാക്കുന്നത് തോന്നണേ. ഇവിടെ കാർ തെറിക്കണ്ടല്ലോ. ഇതൊന്ന് കാർ പൊട്ടിത്തെറിക്കില്ല. പക്ഷെ എൻ്റെ പൊന്നെ
കാർ പൊട്ടിത്തെറിപ്പിച്ചിട്ട് മനുഷ്യനോട് ഭ്രാന്ത് പിടിയാ. പരിപ്പിൻ്റെ ഭ്രാന്ത് പിടി. പക്ഷെ എൻ്റെ പൊന്നെ ഈ ഗെയിം കൊള്ളാട്ടാ. എൻ്റെ പൊന്നെ സീനട്ടോ രക്ഷയില്ലട്ടോ. ഇന്നത്തെ രക്ഷയില്ല. നമുക്കൊന്ന് പോവും വീട്ടിലോട്ട് പോവും. ഇവൻ സീൻ ഡ്രൈവറാണെന്ന് തോന്നണം. ഞാൻ ബ്രേക്ക് പിടിച്ചു. എന്നിട്ട് ഇവൻ എന്ത് ചെയ്തു എന്ന് അറിയോ? ഞാൻ റൈറ്റിലേക്ക് തിരിച്ചപ്പോൾ അവൻ ഡ്രിഫ്റ്റ് ചെയ്ത് ബാക്കിലോട്ട് പോയി. എൻ്റെ മോനെ സീൻ ഡ്രൈവറാണെന്ന് തോന്നണേ. അപ്പോൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇത് പിടിച്ചേക്കാം, ജമ്പിൻ്റെ ബട്ടൺ പിടിച്ചേക്കാം. ജമ്പിൻ്റെ ബട്ടൺ പിടി. ഓക്കെ, ഇവിടെ ജമ്പ് ചെയ്യാൻ നല്ല രസട്ടാ. പക്ഷെ എൻ്റെ പൊന്നെ എല്ലാവരും എൻ്റെ കുടുംബം എല്ലാം വേണ്ടി ഫുമാര് തന്നെ പോട് കഴിഞ്ഞ് ഇച്ചിരി മുറുകാൻ തുപ്പി. എല്ലാവരും എൻ്റെ വീഡിയോ ഓളാക്കുന്ന തോന്നണം. ആറാ നീ അങ്ങോട്ട് തോലക്കടാ. ഞാൻ RPG എടുത്തിട്ടെ നിന്നെ ഫയർ ചെയ്യട്ടെ. അവിടെ തന്നെ എല്ലാം വന്നേക്കും പാണ്ടി. അല്ല നിനക്കെന്താ പോടന്നു. ഒരു വണ്ടി വരാൻ പാടില്ല എൻ്റെ അടുത്ത് തന്നെ. നിന്റെ അപ്പൂപ്പനെ ഞാൻ പൊട്ടിക്കും, മനസ്സിലായാ? ഉമ്മാര് വന്നാ പെട്ടെന്ന്. ഒരു വണ്ടി പോയതാ, എന്നിട്ട് രണ്ടാം വണ്ടി. ആറാ നീയൊക്കെ നിന്റെ അപ്പൂപ്പൻ കാലി ഞാൻ പൊട്ടിക്കും. RPG പൊട്ടിയില്ലല്ലോ. ഇതെന്ത് ജനനായകനാ? വാഴറ്റൂലത്തെ ഹാഷറാണ് ഞാൻ. വാഴറ്റൂലത്തെ ഹാഷർ. നിന്റെ ഒക്കെ പരിപ്പിനൊന്ന് പൊട്ടിച്ച് കളയും, മനസ്സിലായാ? ഇവിടെ തീ റൈസ് ഉണ്ടല്ലോ ജനനായകനെ പോലെ. എൻ്റെ മോനെ തീ റൈസ് ഉള്ളാട്ടാ ഗൈസ്. ഇത് സീനാട്ടെന്ന് തോന്നുന്നു. പക്ഷെ എൻ്റെ മോനെ എല്ലാവരും എൻ്റെ വീഡിയോ കോളാക്കുന്ന തോന്നണം. അച്ഛനും വേണ്ടി കുഴപ്പമില്ല, എന്തെങ്കിലും ആവട്ടെ, കുഴപ്പമില്ല. നമുക്കൊന്ന് നോക്കാം. ഞാൻ സൗണ്ട് കുറച്ചേക്കാട്ടോ. സൗണ്ട് ഒന്ന് കൂട്ടിയേക്കാം. ഓക്കെ, ഈ സൗണ്ട് കുറച്ചിട്ട് ഒരു കാര്യമില്ല ഗൈസ്. ഇത് സീന് ഗെയിം കേട്ടോ, അടിപൊളി ഗെയിമാ. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കി. ഈ ഗെയിം എന്ന് വെച്ചാൽ അടിപൊളി ഗെയിമാ. എൻ്റെ മോനെ ഇവിടെ ബിൽഡിങ്ങിൽ പൊട്ടിച്ചാൽ എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. എന്താണെന്ന് ഞാൻ അറിയണ്ടേ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പൊട്ടിച്ച് നോക്കാം. റിസൾട്ട് വന്നാ പുതിയ അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. നമുക്കൊന്ന് ചീറ്റ് കോഡ്. ഇത് ജെറ്റ് പാക്ക് ഉണ്ട് കേട്ടോ. 320 കിട്ടിയ നൈട്രോ ജെറ്റ് പാക്ക് കിട്ടും. പക്ഷെ നൈട്രോയുടെ ഓപ്ഷൻ ഇല്ല കേട്ടോ. അങ്ങനത്തെ ഒരു ജെറ്റ് പാക്ക് കേട്ടോ ഇത്. നമുക്ക് എയർപോർട്ടിൻ്റെ മണ്ടേ കയറാൻ പറ്റും. അങ്ങനത്തെ ഒരു ജെറ്റ് പാക്ക് ഉണ്ട്. ഇതേ കണ്ട, ഇതിൽ നമുക്ക് താഴെ ലാൻഡ് ചെയ്ത് പോകാൻ പറ്റും. ഇതേ കണ്ട, താഴെ ലാൻഡ് ചെയ്ത് നമുക്ക് വണ്ടികളുടെ പുറകെ പോകാൻ പറ്റും. അങ്ങനത്തെ ഒരു ഫീച്ചർ ഉണ്ട്. ഇവിടെ പ്ലെയിനൊക്കെ ഉണ്ട് കേട്ടോ. ഒരു പ്ലെയിൻ അവിടെ ഉണ്ട് കേട്ടോ. ഒരു പ്ലെയിൻ ഞാൻ എടുത്തിട്ട് കൂടിയുണ്ട്. പക്ഷെ എൻ്റെ മോനെ ഞാൻ ഒരു ഗെയിമിങ് ചാനൽ തുടങ്ങാമെന്ന് വെച്ചിട്ടാണ് ഞാൻ തുടങ്ങിയത്. എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പ്ലേ ബട്ടൺ കിട്ടണമെന്ന്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ പ്ലേ ബട്ടൺ ഉണ്ട്. എൻ്റെ മോനെ നിറച്ച് പ്ലേ ബട്ടനാ. അവരുടെ കയ്യിൽ ഡയമണ്ട് ബട്ടൺ ഉണ്ട്, പ്ലേ ബട്ടൺ ഉണ്ട്. എൻ്റെ മോനെ ഇവൻ മൂളി കയറിയ പോടും കഴിച്ചിട്ട് മുറുക്കാൻ തുപ്പി. ഇവനെന്തിന് ഇവന് മുറുക്കാൻ തുപ്പണ ഫീച്ചറുള്ളൂ. ഈ കമ്പി എപ്പോഴും ഞാൻ കാണാറുള്ളതാ കളിക്കുമ്പോൾ. അല്ലെങ്കിൽ ഈ കമ്പിമ്മ എന്താവും ഷോക്കടിച്ച് എത്തുമോ? ഞാൻ നോക്കട്ടെ. ഇവർ അപ്ഡേറ്റ് ഒന്നും കൊടുത്തില്ലേ? പണ്ടൊക്കെ ഷോക്കടിച്ച് എത്തുമായിരുന്നു, എന്നിട്ട് ഇപ്പോഴില്ല. ഈ അപ്ഡേറ്റ് മാറ്റില്ലേ? ഈ അപ്ഡേറ്റ് ഇത് പഴയ അപ്ഡേറ്റ് ആയിരുന്നു കേട്ടോ. പുതിയ അപ്ഡേറ്റ് ഒന്നുമില്ല, പഴയ അപ്ഡേറ്റ് ഇല്ല. പക്ഷെ എൻ്റെ പോനെ പഴയ അപ്ഡേറ്റ് മാറ്റി റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 6.6
ഈ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമോ? ഇല്ലേ. പണ്ടൊക്കെ 2020 നമുക്ക് കയറാൻ പറ്റായിരുന്നു. ഇപ്പം അങ്ങനെ ഇല്ല. എൻ്റെ പൊന്നെ, ഉള്ളി കയറിയിട്ട് നമ്മളതിൻ്റെ കിടന്ന് കറക്കാട്ടാ. ആ ജെറ്റ് പാക്ക് അവിടെ കിടക്കുന്നുണ്ട്. ഇവിടെ പ്ലെയിനൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ, 2 പ്ലെയിൻ. അതിലൊരു പ്ലെയിൻ ഓടിക്കാൻ പറ്റില്ല കേട്ടാ, ഒരു വൈറ്റ് പ്ലെയിൻ. 2 നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്ക്. എൻ്റെ ചാനലിൻ്റെ പേര് ജിം മാസ്റ്റർ ഡ്രോൺ എന്നാട്ടാ. ഇതിൻ്റെ അവിടെ സ്റ്റൺ റൈസ് ചെയ്യണോ? ആ സ്റ്റൺ റൈസ് ചെയ്യാം. അങ്ങോട്ട് പോടാ, അങ്ങോട്ട് പോ. അങ്ങോട്ട് പോ. അങ്ങോട്ട് പോടാ, അങ്ങോട്ട് പോ. അങ്ങോട്ട് പോ, അങ്ങോട്ട് പോ. ഇതെന്താ അങ്ങോട്ട് പോവാത്ത? ആ ലാൻഡ് ചെയ്യ്. അവിടെ നിൽക്ക്. ഇറക്കടാ, ഇറക്ക്. അവരാത് പറഞ്ഞിട്. പക്ഷെ എൻ്റെ പോനെ ഡെഡായ. എൻ്റെ പൊന്നെ, ഇവൻ ഡെഡായ. ഞാൻ ഹോം സ്ക്രീനിലാക്കട്ടെ ഗൈസ്. ഇത്ര ഉള്ളൂ വീഡിയോ. ഫസ്റ്റ് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പുതിയ വീട്ടിലോട്ട് പോവാം. ജിം മാസ്റ്റർ ഡ്രോൺ.